നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് സ്വയം വിരമിക്കാനുള്ള തൃശൂർ വിജിലൻസ് ജഡ്ജ് എസ് വാസന്റെ തീരുമാനം പിൻവലിച്ചു. VRS തീരുമാനം പിൻവലിക്കുന്നതായി കാണിച്ചുള്ള അപേക്ഷ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഇമെയിൽ വഴി നൽകി. ഹൈക്കോടതിയിലെ മുതിർന്ന ന്യായാധിപന്മാരുമായി നടത്തിയ ആശയവിനിമയത്തിനൊടുവിലാണ് തീരുമാനം പിൻവലിച്ചത് എന്നാണ് സൂചന. ഇന്ന് ഉച്ചയോടെയാണ് എസ് വാസൻ സ്വയം വിരമിക്കൽ തീരുമാനം പിൻവലിക്കുന്നതായി അറിയിച്ച ഹൈക്കോടതി രജിസ്ട്രാർക്ക് സന്ദേശം അയച്ചത്. ചില കേസുകളിൽ കീഴ്ക്കോടതികൾക്ക് മേൽക്കോടതികളുടെ വിമർശനം ഏൽക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണെന്നും അത് വ്യക്തിപരമായി എടുക്കേണ്ടതുമുള്ള മുതിർന്ന ജഡ്ജിമാരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം പിൻവലിച്ചതെന്നാണ് സൂചന. സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനുമെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി നൽകിയ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത്. വിജിലൻസ് ജഡ്ജി തന്റെ കർത്തവ്യം മറക്കുന്നതായി ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഹൈക്കോടതിയിൽ നിന്നുമുണ്ടായി. ജഡ്ജിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പരസ്യ പ്രതിഷേധവും ഉയർന്നു. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച താൻ VRS എടുക്കുന്നതായുള്ള തീരുമാനം എസ് വാസൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഇമെയിലായി അയച്ചത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച അദ്ദേഹം അവധിയുമെടുത്തു. എന്നാൽ ഇന്ന് കോടതിയിലെത്തിയ എസ് വാസൻ കേസുകൾ പരിഗണിച്ചു. ഹൈക്കോടതി വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വയം വിരമിക്കൽ തീരുമാനമെടുത്താൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്ന് സഹപ്രവർത്തകർ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നീക്കം വേണ്ടെന്ന് വെച്ചതെന്നാണ് വിവരം. റിപ്പോർട്ടർ, തൃശൂർ. ഈ വിഷയം ബിഗ് സ്റ്റോറി ഇന്ന് ചർച്ച ചെയ്യുന്നു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ, ജോൺ ഡാനിയൽ തൃശൂർ DCC സെക്രട്ടറി, ഒപ്പം തന്നെ ശ്രീ അഡ്വക്കേറ്റ് പ്രവീൺ പരമേശ്വരൻ എന്നിവർ നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നു. പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ ഫേസ്ബുക്കിൽ അഭിപ്രായം കുറിക്കാം. ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായം വോട്ടായി രേഖപ്പെടുത്താം. ഈ ചർച്ചയിൽ ടെലിഫോണിലൂടെ അഭിപ്രായം പറയാവുന്നതുമാണ്. ആദ്യം ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഈ നടപടികൾക്കൊക്കെ ശേഷം അദ്ദേഹം രാജി തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു. സ്വയം വിരമിക്കാനുള്ള അനുവാദം തേടുന്നു. പിന്നീട് ഇപ്പോൾ ഈ സമ്മർദ്ദത്തിന് വഴങ്ങി വീണ്ടും ആ പദവിയിൽ തുടരാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ ശാന്തമായി. ഉന്നതർക്കെതിരായ കേസുകൾ കോടതിയിൽ വരുമ്പോൾ അവർക്കെതിരായ വിധി പുറപ്പെടുവിക്കാൻ, അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ കീഴ്ക്കോടതിയിലെ ജഡ്ജിമാരെ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യമാണോ ഇതിൻ്റെ ഫലമായി ഇപ്പോൾ സംസ്ഥാനത്ത് രൂപപ്പെട്ടിട്ടുള്ളത്? അങ്ങനെ കാണുന്നുണ്ടോ താങ്കൾ? അല്ല, ഇതിൻ്റെ ഏറ്റവും ഒരു വലിയ ദോഷം അത് തന്നെയാണ്. നിരവധി ജഡ്ജിമാർ, അവർ മജിസ്ട്രേറ്റ് മുതൽ സെഷൻസ് ജഡ്ജിമാർ വരെയുള്ളവർ, അവർ നൂറുകണക്കിന് കേസുകൾ കേൾക്കുകയും അതിലൊക്കെ ഉത്തരവിടുകയും ചെയ്യുന്നവരാണ്. അവർക്ക് ഇനിമേൽ നിർഭയം സ്വതന്ത്രമായി സ്വന്തം നിലപാടിൻ്റെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവിടാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുന്നു. കാരണം നാളെ ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ എന്തായിരിക്കും? അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും പണിക്ക് കൊള്ളാത്തവരാണ് എന്ന് പ്രഖ്യാപിക്കുകയും അവർ ജോലിയിൽ നിന്ന് സ്വയം വിരമിച്ചു പോകുന്നതിനുള്ള ഒരു സാധ്യത പോലും അതൊക്കെയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. നേരത്തെയും ഒരു ജഡ്ജി ഇതുപോലെ ചേർത്തലയിൽ ഒരു ജഡ്ജി ആത്മഹത്യ ചെയ്തു. അദ്ദേഹവും പറഞ്ഞത് ഹൈക്കോടതിയുടെ പീഡന നിമിത്തം ആണ് അദ്ദേഹം മരിക്കുന്നത് എന്ന് അന്ന് വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ താഴെയുള്ള സബോർഡിനേറ്റ് ജുഡീഷ്യറി, അവരെയാണ് ജനങ്ങൾ നേരിട്ട് കാണുന്നവർ, അവരെ ഈ രീതിയിൽ ഹൈക്കോടതിയുടെ ഒരു കേവലം ദാസന്മാരായി മാറ്റുന്ന, ഹൈക്കോടതിയുടെ ഇംഗിതമനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ടവരാക്കി മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായോ എന്ന് സംശയമുണ്ട്. അതാണ് ഈ സംഭവത്തിൽ. അദ്ദേഹം രാജിക്കത്ത് പിൻവലിച്ചു, അദ്ദേഹത്തിൻ്റെ കാര്യം കഴിയുമായിരിക്കാം. പക്ഷേ മൊത്തം കേരളത്തിലെ സബോർഡിനേറ്റ് ജുഡീഷ്യറിയുടെ ആത്മവീര്യവും മനോബലവും ക്ഷയിപ്പിക്കുന്ന ഒന്നായിപ്പോയി ഈ സംഭവം. ശ്രീ ജോൺ ഡാനിയൽ, വലിയ പ്രതിഷേധമാണ് ഈ വിജിലൻസ് ജഡ്ജിയുടെ വിധിക്ക് ശേഷം തൃശ്ശൂരിൽ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. സംസ്ഥാന നേതാക്കൾ തന്നെ വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനെതിരെ കടുത്ത ആക്ഷേപങ്ങൾ പോലും ചൊരിഞ്ഞു. ഇത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടു വന്നതിൽ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും പശ്ചാത്താപമുണ്ടോ? ഒരു ജഡ്ജിയെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ന്യായാധിപന്മാർക്കെതിരെ നിലപാട് കൈക്കൊള്ളില്ല, അത് കോൺഗ്രസിൻ്റെ നയമല്ല എന്ന് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ആവർത്തിച്ച് പറയുമ്പോഴും അദ്ദേഹത്തെ അപമാനിച്ചതിന്, ഈ തരത്തിൽ നേരത്തെ വിരമിക്കൽ തീരുമാനത്തിലേക്ക് പോകാനുള്ള സമ്മർദ്ദമുണ്ടാക്കിയതിന് നിങ്ങൾക്ക് അല്പമെങ്കിലും പശ്ചാത്താപമുണ്ടോ? ഒരിക്കലും ഒരു പശ്ചാത്താപത്തിന് പ്രശ്നമോ അല്ലെങ്കിൽ ജഡ്ജിയെ അപമാനിക്കപ്പെട്ടു എന്നുള്ള ഒരു വിഷയം ഞങ്ങളുടെ മുന്നിലില്ല. കാരണം ജഡ്ജിയെ അപമാനിക്കുക എന്നുള്ളത് പാർട്ടിയുടെയോ ഞങ്ങളുടെയോ അജണ്ടയല്ല. അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ വിധികളുണ്ടാകുമെന്നാണ് ബഹുമാനപ്പെട്ട വിജിലൻസ് ജഡ്ജി പറഞ്ഞിട്ടുള്ളത്. അസാധാരണമായ ഒരു സാഹചര്യം നോക്കിയല്ല ഒരു കേസ് പരിഗണിക്കേണ്ടതും, അസാധാരണമായ ഒരു സാഹചര്യം നോക്കിയല്ല ഒരു കേസിൽ വിധി പറയേണ്ടതും. ഇവിടെയാണ് ജഡ്ജി വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് പ്രതികരിക്കുന്നത്. ഇതിനെതിരെ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിധിയെ സംബന്ധിച്ച് ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുന്നത്? ആ കോൺട്രവേഴ്സി, വിവാദമുണ്ടായത് ജഡ്ജിയുടെ വിവാദപരമായ വികാരപരമായ നിലപാട് ഈ കേസിനെ ബാധിച്ചു എന്നുള്ള ആ ഘട്ടത്തിലാണ് വിവാദമുണ്ടായിട്ടുള്ളത്. ആ ഘട്ടത്തിലാണ് ഇവിടെ പ്രതിഷേധമുണ്ടായിട്ടുള്ളത്.
ജഡ്ജിക്കെതിരെ പ്രതിഷേധിക്കരുതെന്ന് നിയമത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ജഡ്ജിക്കെതിരെ പിന്നെ നിയമം അനുവദിക്കുന്ന രീതിയിൽ പ്രതിഷേധിക്കാം. ആ പ്രതിഷേധമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ജഡ്ജി എടുത്തിട്ടുള്ള തീരുമാനം, ഈ കേസിൻ്റെ വിധി ഹൈക്കോടതിയിൽ നിന്ന് വളരെ നിശ്ചിതമായ വിമർശനം പിന്നെ SS വാസിനുണ്ടായപ്പോൾ SS വാസിനടുത്തുള്ള വികാരപരമായ നിലപാട് ഞാൻ അപേക്ഷ കൊടുക്കുന്നു, വിരമിക്കാൻ അപേക്ഷ കൊടുക്കുന്നു. ഇത് തന്നെയാണ് പിന്നെ ജഡ്ജിക്ക് പറ്റിയിട്ടുള്ള തെറ്റ്. ഈ തെറ്റ് പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടി. അതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാർ ഇക്കാര്യത്തിൽ ആദ്യം തന്നെ ഈ കേസ് മുന്നിൽ വരുമ്പോൾ നിരന്തരമായി വിവിധ സാമൂഹ്യ വിഷയങ്ങളിൽ ഹർജി കൊടുത്ത് ശീലമുള്ള ഒരാളാണ് അദ്ദേഹത്തിന് മുൻപിൽ ഇതേ കേസുമായി, ഇതേ ഹർജിയുമായി, ഇതേ ആവശ്യവുമായി വരുന്നത്. അപ്പോൾ അദ്ദേഹം പൊടുന്നനവേ വിമർശിക്കപ്പെട്ട ഈ വിധി പുറപ്പെടുവിക്കുകയായിരുന്നു കേസെടുക്കാൻ. വികാരാവേശത്തിലാണ് അദ്ദേഹം അത് ചെയ്തത് എന്ന വലിയ വിമർശനം ഉണ്ടായി. ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം വിമർശനമുണ്ടായി. പൊടുന്നനവേ അദ്ദേഹം താൻ വിരമിക്കാനുള്ള തീരുമാനം, അതിനുള്ള അനുമതി തേടുകയാണ് ചെയ്തത്. ഈ രണ്ട് ഘട്ടത്തിലും അമിത വികാരത്തിന് ജഡ്ജി അടിപ്പെട്ടു പോയി. ഇത്തരം വിമർശനങ്ങളിൽ തളരാനോ അല്ലെങ്കിൽ ഇത്തരം ആവശ്യങ്ങൾ മേൽ എടുത്തുചാടിയുള്ള തീരുമാനമെടുക്കാനോ പാടില്ലാത്ത പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല ഈ രണ്ട് ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന വാദം യുക്തിസഹമാണോ? അല്ല, ഒരു ജഡ്ജി അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന ഒരു പരാതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, എന്ത് ഉത്തരവിടണം, അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. അത് നിയമാനുസൃതമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നിയമാനുസൃതം എന്ന് പറയുമ്പോൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടും പരിശോധിച്ചാൽ അദ്ദേഹത്തിന് സ്പെഷ്യൽ ജഡ്ജ് എന്ന നിലയ്ക്ക് ലഭിച്ചിരിക്കുന്ന അധികാര പരിധിയിൽ നിന്നുകൊണ്ടുള്ളതാണ് വാസന്റെ ഉത്തരവ്. അതിനെ വികാരപരമായി കാണുന്നത് ചിലർക്ക് ആ ഉത്തരവ് ഇഷ്ടപ്പെടാതെ പോയി എന്നതുകൊണ്ടാണ്. ഈ വികാരപരമായ പ്രതികരണം എന്നത് അത് ഹൈക്കോടതിക്കെതിരെ നമുക്ക് പറയാമല്ലോ. ഹൈക്കോടതിയിൽ എത്രയോ ജഡ്ജിമാർ വികാരപരമായി പ്രതികരിക്കുന്നു. വാസൻ ഇട്ട ഈ ഉത്തരവിനെതിരെയുള്ള റിവിഷൻ ഹർജി പരിശോധിച്ച ജസ്റ്റിസ് ഉബൈദിന്റെ പ്രതികരണം അത് വികാരപരമായിരുന്നില്ലേ? ആ വികാരപരമായ പ്രതികരണ നിമിത്തമാണല്ലോ ഈ ചർച്ചാ വിഷയമായത്. നേരെ മറിച്ച് ഹൈക്കോടതിക്കുള്ള അധികാരം ഉപയോഗിച്ച് വാസൻ പുറപ്പെടുവിച്ച ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നുവെങ്കിൽ അതിലൊരു ആക്ഷേപം ഉണ്ടാകുമായിരുന്നില്ല. ആ സ്റ്റേ പോലും ചെയ്യാതെ 2 മാസത്തേക്ക് മരവിപ്പിക്കുക എന്ന ഉത്തരവിട്ടപ്പോൾ അപ്പോൾ വാസൻ ഇട്ട ഉത്തരവ് ഒറ്റ അടിക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയാത്തതാണ് എന്ന ബോധ്യം ജസ്റ്റിസ് ഉബൈദിനും ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം വികാരപരമായി പ്രതികരിച്ചു. തൻ്റെ കീഴിൽ തൻ്റെ സംരക്ഷണം ആവശ്യമുള്ള ഒരു ജഡ്ജിക്ക് ആ സംരക്ഷണം നൽകാതെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്തു. എം ലിജു ടെലിഫോൺ ലൈൻ. എം ലിജു, ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട് എതിർവിധി ഉണ്ടായാലും ഏതെങ്കിലും തരത്തിൽ ജഡ്ജിമാരെ അധിക്ഷേപിക്കില്ല എന്നതാണ്. പക്ഷേ അതുണ്ടായി എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. പക്ഷേ അതിനൊരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയോ അല്ലെങ്കിൽ ഒരു ശാസന നൽകുകയോ നടപടി സ്വീകരിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായില്ല. ഇക്കാര്യത്തിൽ പറയുന്നതല്ല ഇക്കാര്യത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് സംശയമുണ്ടാക്കും വിധമായി പോയില്ലേ ഈ വിഷയത്തിലെ പ്രതികരണങ്ങളെല്ലാം? അതിനെ ഞാനത് 2 തരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി ജഡ്ജിയുടെ ശവപ്പെട്ടി തരത്തിലുള്ള പ്രകടനം നടത്തുകയൊക്കെ ചെയ്ത് അങ്ങേയറ്റം തെറ്റായിപ്പോയി. യഥാർത്ഥ പാർട്ടി ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുകയും രാജ്യത്ത് ജനാധിപത്യം സൃഷ്ടിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു തൂണായ ജുഡീഷ്യറിയുടെ വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഞാനത് മാർക്സിസ്റ്റ് പാർട്ടിക്കാണെങ്കിൽ അത്തരത്തിലൊരു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അതിൽ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്തൊരു പ്രസ്ഥാനം എന്ന നിലയിൽ അവർക്ക് കോടതികളെ സംബന്ധിച്ച് സ്വീകരിക്കുന്ന നടപടികളല്ല കോൺഗ്രസ് സ്വീകരിക്കേണ്ടത് എന്ന തികഞ്ഞ ബോധ്യം എനിക്കുണ്ട്. അതൊന്നാമത്തെ വിഷയം. രണ്ടാമത്തെ പ്രശ്നം, ഇതിന്റെ ഈ ഹൈക്കോടതിയുടെ വിധിയും ശ്രീ ജസ്റ്റിസ് വാസന്റെ വിധിയും തമ്മിലുള്ള താരതമ്യമാണ്. എനിക്ക് ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ അഭിപ്രായത്തോട് ഒരു യോജിപ്പുമില്ല. കാരണം അദ്ദേഹം PC ആക്ടിനെ കുറിച്ചും ക്രിമിനൽ പ്രൊസീജിയർ കോഡിനെ കുറിച്ചും പറഞ്ഞു. PC ആക്ട് പ്രകാരവും CRPC പ്രകാരവും എന്താണ് ജസ്റ്റിസ് വാസന്റെ ഈ നിലപാടിനുള്ള ന്യായീകരണം എന്താണ്? ഒരു പത്രക്കട്ടിങ് കിട്ടുമ്പോൾ അതിനകത്ത് ഒരു മൈൻഡ് അപ്ലൈ ചെയ്യാതെ അല്ലെങ്കിൽ കൃത്യമായ ഒരു തരത്തിലുള്ള, അതായത് ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ ഒരു ചീഫ് പോലും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ആ മൊഴിയിൽ ഒരു ക്രോസ് എക്സാമിനേഷൻ നടന്നിട്ടില്ല. ഇത് സംബന്ധിക്കുന്ന ഒരു വാദഗതി ഒരു വാർത്ത തന്നെ കിട്ടിയപ്പോൾ അതെടുത്ത് FIR രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ നടപടി ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതോടൊപ്പം തന്നെ ശ്രീ K. ബാബുവിനെതിരെ FIR എടുത്ത
പറഞ്ഞ നിലപാടിലും. ഇത് രണ്ടും പൊടുന്നനെയാണെന്നുള്ള അഭിപ്രായമാണ് നിങ്ങൾക്കുള്ളത്. അതിനെ ശരിവെക്കുന്ന ഒട്ടനവധി നിയമവിദഗ്ധരുമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ഇത്തരം കടുത്ത പരാമർശങ്ങൾ, അങ്ങനെയെങ്കിൽ എത്രയോ കീഴ്ക്കോടതി വിധികൾ മേൽത്തട്ടിലേക്ക് എത്തുമ്പോൾ റദ്ദ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇളവ് ചെയ്യപ്പെടുന്നു. അപ്പോഴെല്ലാം കീഴ്ക്കോടതി ജഡ്ജിമാരുടെ മൊറൈലിനെ ബാധിക്കും വിധത്തിൽ ഇത്തരം കടുത്ത പരാമർശങ്ങൾ നടത്തുക പതിവില്ലല്ലോ CM ലിജു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്റ്റേ വേണമെങ്കിൽ നൽകാമായിരുന്നു, അല്ലെങ്കിൽ ഈ തരത്തിൽ ഉത്തരവ് മരവിപ്പിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് കടന്ന് ഒരു ജഡ്ജിയുടെ ആത്മാഭിമാനത്തെ ഹനിക്കും വിധം, അല്ലെങ്കിൽ ആത്മവീര്യത്തെ ചോർത്തും വിധമുള്ള കടുത്ത പ്രയോഗങ്ങൾ എന്തിനായിരുന്നു എന്നതാണ്. അത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അസാധാരണമായി പരാമർശം ഉണ്ടായി? കീഴ്ക്കോടതിയുടെ ഭാഗത്തു നിന്നും അസാധാരണവും അനാവശ്യവുമായ തരത്തിലുള്ള ഇടപെടലുണ്ടാക്കി സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ അനാവശ്യമായ ഒരു FIR ഉണ്ടാക്കി അനാവശ്യമായ രാഷ്ട്രീയ കോലാഹലം സാഹചര്യം സൃഷ്ടിക്കുന്നത് കൊണ്ടുകൂടി കണക്കിലെടുത്തായിരിക്കണം ഒരു പ്രൊസീജിയർ കോഡോ ഒരു മാനുവലോ വിജിലൻസ് മാനുവലോ ഒന്നും നിർദ്ദേശിക്കാത്ത തരത്തിൽ അസാധാരണമായ തരത്തിൽ വിധി ഉണ്ടായതുകൊണ്ടാണ് അസാധാരണമായ തരത്തിൽ ഹൈക്കോടതി വിധി ഉണ്ടായത് എന്നാണ് എന്റെ അഭിപ്രായം. എന്നായാലും അത് ജുഡീഷ്യറിയിലെ 2 ബോഡികൾക്കുള്ളിൽ ഉയർന്ന തലത്തിലുള്ള ഹൈക്കോടതിയും താഴെ തട്ടിലുള്ള വിജിലൻസ് കോടതിയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്. എനിക്കിതിൽ പൂർണ്ണമായത് അത് നിയമപരമായ തന്നെ കാര്യങ്ങൾ നീങ്ങട്ടെ. പ്രവീൺ പരമേശ്വരൻ ഇടതു സഹയാർത്ഥികൻ കൂടിയാണ്, ഒപ്പം അഭിഭാഷകനും. പ്രവീൺ, ഇക്കാര്യത്തിൽ നിങ്ങൾ ഇവിടെ ഈ നീതിപീഠത്തെ അവഹേളിക്കുന്ന ഉമ്മൻചാണ്ടിക്കെതിരായ വിധി വരുമ്പോൾ എന്ന് വിമർശിക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾക്ക് അക്കാര്യത്തിൽ ഒട്ടും പിറകിലല്ല നിങ്ങളുടെ ചരിത്രമെന്ന് കൂടി ഓർക്കണം. അത് നമുക്ക് വിടാം. പക്ഷേ ഇപ്പോൾ ജസ്റ്റിസ് സുബൈദ് ഇക്കാര്യത്തിൽ കീഴ്ക്കോടതി വിധിയെ അസാധുവാക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെതിരായ വിധി പറയുമ്പോൾ ഉബൈദിൻ്റെ വിധികളെല്ലാം ഈ തരത്തിലാണെന്നും ഉബൈദ് സംശയാസ്പദമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ആളാണെന്നും അന്തസ്സു വേണം ഹൈക്കോടതി വിധിക്കെന്നുമാണ് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും എതിരായി വരുന്ന വിധികളെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ നിലയിലാണ്. നിഷാദേ, ഹൈക്കോടതിയുടേതാകട്ടെ കീഴ്ക്കോടതിയുടേതാകട്ടെ ഏത് കോടതിയുടെ വിധിയെക്കുറിച്ചും വിധി പറയുന്ന ന്യായാധിപന്മാരെക്കുറിച്ച് അത് മാനസിക അസ്വാസ്ഥ്യമുള്ളയാളാണെന്ന് കെ സുധാകരൻ പറയുന്നതോ, ഇനി അതല്ല എങ്കിൽ അന്തസ്സ് കുറവാണ് എന്ന് മറ്റൊരു നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോ ആകട്ടെ, ഇത് രണ്ടും തെറ്റ് തന്നെയാണ്. ഒരിക്കലും ഒരു തെറ്റ് മറ്റൊരു തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി എടുത്തു പറയാൻ കഴിയുന്ന കാര്യമല്ല. മറിച്ച് അത് രണ്ടും തെറ്റാണ് എന്ന് പറയുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കോടതിയുടെ വിധികൾക്കെതിരായിട്ടോ കോടതി ജഡ്ജസിനെതിരായിട്ടോ ഒരു വാദമുയർത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മോശമായ പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പരാമർശങ്ങളെ തെറ്റ് എന്ന് തന്നെയല്ലേ കാണേണ്ടത്. ആ പരാമർശങ്ങളെ തെറ്റ് എന്ന് കാണുന്നതിനോടൊപ്പം തന്നെ ഇതും തെറ്റെന്ന് കാണണം. രണ്ടും തെറ്റ് തന്നെയാണ്. ജഡ്ജിക്കെതിരായിട്ട് നടക്കുന്ന ഏത് തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങളായി ആയിക്കഴിഞ്ഞാലും അതിലെവിടെയാണ് പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് ശരി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? അപ്പോൾ ഇത് രണ്ടിനെയും തെറ്റെന്ന് കാണുന്ന ഒരു നിലപാടെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊന്ന്. രണ്ട്, ഞാൻ മറ്റൊരു കാര്യം ഇവിടെ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ശ്രീ ലിജു പറഞ്ഞതിനകത്ത് ഒരു അസാധാരണമായ ഒരു വിധി എന്നുള്ള ഒരു കാര്യം പറഞ്ഞല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ. എൻ്റെ നാട് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ട് കൃത്യമായ രീതിയിൽ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നും ഏത് അന്വേഷണവും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നും ഞാൻ ഒരു അനധികൃതമായ ബന്ധത്തിൽ മുഖ്യമന്ത്രിയുമായി ഇടപെട്ടിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ എല്ലാ ടെലിവിഷൻ ചാനലുകൾക്ക് മുന്നിൽ പറയുന്നു. ലിജു പറഞ്ഞതുപോലെ പത്രക്കട്ടിങ്ങുകളല്ല, ആ സ്ത്രീ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ തുറന്നു പറയുന്നതിൻ്റെതായിട്ടുള്ള വീഡിയോയുടെ CD-യും പത്രക്കട്ടിങ്ങുകൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ടാണ് ഉൾപ്പെടെ ഒരു കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇത് അന്വേഷിക്കണം. ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഉമ്മൻചാണ്ടിയെ ആരും തന്നെ ജയിലിൽ അറസ്റ്റ് ചെയ്യുന്നില്ല, ഒരിടത്തും പീഡിപ്പിക്കപ്പെടുന്നില്ല, അദ്ദേഹം അവിടെ കൃത്യമായ രീതിയിൽ വിചാരണ നേരിടുന്നില്ല, ഈ പറയുന്ന വിഷയങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. മറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണം എന്നുള്ള ഒരു നീക്കം ഒരു കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ, സുധീരന്റെ വാക്കുകളെ കടമെടുക്കുകയാണ് എങ്കിൽ, ലാവ്ലിൻ കേസിൽ സുധീരന്റെ വാക്കുകളെ കടമെടുക്കുകയാണെങ്കിൽ അവിടെ ഉമ്മൻചാണ്ടിക്ക് ഒരു അവസരം കിട്ടുകയല്ലേ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്. ആ അവസരത്തിനെ മാറ്റിവെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് എന്ത് സംഭവിച്ചു? ഉമ്മൻചാണ്ടി ഭയന്നു. കാരണം എന്താണ്? ഈ FIR-ന്റെ സ്കാനറിലായി പോയാൽ താൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുന്നുവെന്ന് ഉമ്മൻചാണ്ടി കാണുന്നു. കാരണം ഒരു FIR-ൽ ഒഴുകിപ്പോകുവാൻ മാത്രമേ ഉള്ളൂ തന്റെ ഇമേജ്, അത്രമാത്രം ലഘുവാണ് തന്റെ ഇമേജ് എന്ന് ഒരുപക്ഷെ ഉമ്മൻചാണ്ടി കണ്ടിരിക്കാം. അങ്ങനെ ഉമ്മൻചാണ്ടി ഭയന്നപ്പോൾ അദ്ദേഹത്തിനോട് അടുത്തു നിൽക്കുന്ന നേതാക്കളെ കൊണ്ട് കോടതിക്കെതിരായിട്ട് അധിക്ഷേപം പറയിപ്പിക്കുന്നു. ആ അധിക്ഷേപം ഒരു ജഡ്ജി ആ കാര്യത്തിൽ പ്രാഥമികമായ ഒരു പരാതി വരുമ്പോൾ അദ്ദേഹം ധൃതി കാട്ടി ഒരു ഉത്തരവിട്ടു FIR എടുക്കണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം. അതിനുശേഷം ഉണ്ടായ പ്രതികരണങ്ങൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം, വേട്ടയാടിയെന്ന നിലയിൽ വിമർശിക്കപ്പെട്ടേക്കാം. പക്ഷേ വേണ്ടത്ര അവധാനതയില്ലാതെ ഒരു ജഡ്ജി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരമൊരു അന്വേഷണം വേണമെന്ന ഉത്തരവ് പുറപ്പെടുവിക്കുക വഴി
വലിയ തോതിൽ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി വേട്ടയാടപ്പെടുന്ന നിലയുണ്ടായി. അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതികരണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായി. അപ്പോൾ ഭരണഘടനാ പദവിയിൽ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരെ വരുന്ന ഇത്തരം ഒരു പരാതിയിൽ വേണ്ടത്ര അവധാനതയില്ലാതെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക വഴി അത്തരമൊരു ഉന്നത പദവിയിലിരിക്കുന്ന ആളെ വേട്ടയാടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന ഗുരുതരമായ കുഴപ്പം കൂടി അവിടെ കാണുന്നില്ലേ? വിജിലൻസ് ജഡ്ജിയുടെ വിധി അപക്വമായിരുന്നുവെങ്കിൽ. വിജിലൻസ് ജഡ്ജിയുടെ ഉത്തരവ് അപക്വമായിരുന്നു, വികാരപരമായിരുന്നു എന്നാണ് ആക്ഷേപമെങ്കിൽ അത് തിരുത്തുന്നതിനാണ് റിവിഷൻ ഹർജി നൽകുന്നതിനുള്ള വ്യവസ്ഥ നിയമത്തിലുള്ളത്. ആ വ്യവസ്ഥ വളരെ അസാധാരണമായ രീതിയിൽ തന്നെയാണ്. ഞാനിപ്പോൾ അത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ ഹാജരായി അത് പ്രയോഗിച്ചത്. അവിടെയാണ് അന്ന് ഫയൽ ചെയ്യുന്നു. അന്ന് ഉച്ചയ്ക്ക് തന്നെ 1:45 മണിക്ക് ജസ്റ്റിസ് ഉബൈദ് അത് കേൾക്കുന്നു. അവിടെ ജസ്റ്റിസ് ഉബൈദ് വികാരപരമായി ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ വിജിലൻസ് ജഡ്ജിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം മുഖ്യമന്ത്രിക്കെതിരെ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ആ മുഖ്യമന്ത്രിയുടെ നിലപാടിന് അല്ലെങ്കിൽ അധികാരത്തിന് അസ്ഥിരത വരാതെ നോക്കുന്നതിനുള്ള ജാഗ്രത ജസ്റ്റിസ് ഉബൈദ് കാണിച്ചു. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്ഷപാതിത്വമാണ് എന്ന് മറ്റുള്ളവർക്ക് സംശയം തോന്നിയാൽ എങ്ങനെ അവരെ കുറ്റം പറയാൻ കഴിയും? അതുകൊണ്ടാണ് വാസൻ ആണെങ്കിലും ഉബൈദ് ആണെങ്കിലും വിജിലൻസ് കോടതിയാണെങ്കിലും ഹൈക്കോടതിയാണെങ്കിലും വികാരപരമായി അല്ല പെരുമാറേണ്ടതും പ്രവർത്തിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും. അവരുടെ മുന്നിൽ നിയമമുണ്ട്, നിയമത്തിൽ വകുപ്പുകളുണ്ട്, സുപ്രീം കോടതി വിധികളും ഉത്തരവുകളുമുണ്ട്. അവയ്ക്കനുസൃതമായി ന്യായമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് ഒരു ന്യായാധിപൻ ചെയ്യേണ്ടത്. ഒന്നുകൂടി പറയട്ടെ, ഈ വാസനെ കുറിച്ച് ഇവർ പലതുമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ശവപ്പെട്ടിയിലാക്കിയില്ലേ? അദ്ദേഹത്തിന്റെ ന്യായാധിപൻ നിലയ്ക്കുള്ള മൊത്തം കരിയർ ഒരു ആക്ഷേപം പോലും ഉണ്ടാക്കാതെ പോലീസിന് വഴങ്ങാതെ ആ കാരണത്താൽ പോലീസിനാൽ പലപ്പോഴും പീഡിപ്പിക്കപ്പെട്ട ഉപദ്രവിക്കപ്പെട്ട ഒരു ന്യായാധിപനാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് നൊന്തതിൽ അത്ഭുതമില്ല. കാരണം അത്രമാത്രം കഠിനവും പരുഷവുമായ പരാമർശങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത്. അതിനെ ലിജുവും കൂട്ടരും എന്തു പറഞ്ഞാലും എനിക്ക് ന്യായീകരിക്കാൻ കഴിയുന്നില്ല. ലിജു, അതിനുള്ള മറുപടി എന്താണ്? ഇക്കാര്യത്തിൽ ഉബൈദ് നൽകിയിട്ടുള്ള വിധിന്യായത്തിലെ പരാമർശങ്ങളും അല്ലെങ്കിൽ താഴെ കോടതിക്കുള്ള വിമർശനങ്ങളും വലിയ തോതിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രതിരോധത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ ആ നിങ്ങൾ ഉപയോഗിച്ച ജസ്റ്റിസ് ഉബൈദിൻ്റെ പരാമർശങ്ങൾ പലതും അവിവേകമായി പോയി എന്ന വിമർശനം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. കീഴ്ക്കോടതികളുടെ മൊറയിലിനെ ബാധിക്കും വിധത്തിലുള്ള പരാമർശങ്ങൾ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ നിഷ്കർഷയുണ്ട്. ഇടക്കാല ഉത്തരവിൽ ഇത്തരം നിരീക്ഷണങ്ങളൊന്നും പാടില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന നിലയ്ക്കുള്ള കീഴ്വഴക്കമുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ടാണ് സാധാരണ കീഴ്ക്കോടതി വിധികൾ എങ്ങനെയാണോ അസ്ഥിരപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇളവ് നൽകുന്നത് അതിനപ്പുറം കടന്ന് കടുത്ത നിരീക്ഷണം നടത്തുകയും കീഴ്ക്കോടതി ജഡ്ജിമാരെ ഈ തരത്തിൽ അവിശ്വാസത്തിൻ്റെ നിഴലിൽ നിർത്തുകയും ചെയ്യുന്ന പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, മറ്റേതിനെ വിമർശിക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ, നിങ്ങൾക്ക് പ്രതിരോധമറ തീർക്കാൻ ആവശ്യമായ ഉപകരണം ഉണ്ടാക്കി തരുന്നതിൽ ജഡ്ജി പ്രത്യേക താല്പര്യം കാണിച്ചുവെന്ന വിമർശനം അവിടെയുമുണ്ട്. അപ്പോൾ ഒന്ന്, എനിക്ക് സംസാരിക്കാൻ പൂർണ്ണമായി സമയം തരണം. അതിനുള്ള ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചാൽ പലതിനും മറുപടി പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ സെബാസ്റ്റ്യൻ പോൾ സംസാരിച്ചപ്പോൾ ജസ്റ്റിസ് വാസനെ കുറിച്ച് വളരെയധികം പുകഴ്ത്തി പറഞ്ഞു. അത് ശരിയായിരിക്കാം. പക്ഷെ അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ തന്നെ അങ്ങേയറ്റം ക്രെഡിബിലിറ്റിയുള്ള വളരെ വിശ്വാസ്യതയുള്ള ജഡ്ജിമെന്റ് പുറപ്പെടുവിക്കുന്ന ഒരു ജഡ്ജി തന്നെയാണ് ജസ്റ്റിസ് ഉബൈദ്. അതിനകത്ത് ആർക്കും യാതൊരു സംശയവുമില്ല. തനിക്ക് ഇഷ്ടമുള്ളൊരു തരത്തിൽ വിധി വന്നപ്പോൾ അദ്ദേഹം മാനും, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത തരത്തിൽ ഒരു വിധി വന്നപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പരാമർശങ്ങളൊന്നും പറയാതിരിക്കുന്ന ആ ശൈലി തന്നെ ശരിയല്ല. പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ക്രെഡിബിലിറ്റിയെ കുറിച്ച് പറയണമായിരുന്നു. എങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തൊരു നിഷ്പക്ഷതയുള്ളൂ. പിന്നെ അദ്ദേഹം നിഷ്പക്ഷനല്ല, ഒരു പ്രത്യേക പക്ഷത്തിന്റെ ആളായി, ഇടതുപക്ഷത്തിന്റെ തന്നെ ആളായതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസവുമില്ല. ഒന്ന്. രണ്ട്, ഇവിടെ സുപ്രീം കോടതി വിധികളെ കുറിച്ച് പറഞ്ഞു. കീഴ്ക്കോടതികൾ FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഒരു പോസ്റ്റ്മാന്റെ ജോലി അല്ല ചെയ്യേണ്ടത് എന്ന്. അതായത് ഒരു പരാതി കിട്ടിയാലുടനെ തന്നെ പോലീസിനെ കൈമാറി FIR എടുത്തുകൊള്ളുക എന്ന തരത്തിൽ പെരുമാറേണ്ട ഒന്നല്ല കീഴ്ക്കോടതികൾ എന്ന തരത്തിലുള്ള സുപ്രീം കോടതി വിധികൾ അനവധിയുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ കീഴ്ക്കോടതിയിൽ സംഭവിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ഒരു പരാതി കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ പോലീസിന് FIR എടുത്തുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കത്തക്ക ഒരു അന്വേഷണമോ ഒരു തരത്തിലുള്ള പരിശോധന നടത്താതെ കൊടുക്കത്തക്ക ആ രീതിയാണ് ഹൈക്കോടതി വിമർശിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി നടത്തിയ പരാമർശങ്ങൾ കീഴ്ക്കോടതിയുടെ മുറയിൽ ഇടിഞ്ഞു പോകും എന്നൊന്നും ഞാൻ കരുതുന്നു. ഞാൻ തന്നെ പല മജിസ്ട്രേറ്റുകളും, ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ മജിസ്ട്രേറ്റുമാരിലൂടെ പത്രസമ്മേളനം നടത്തിയത് ഞാൻ അനവധി ആളോട് ഞാൻ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ പറഞ്ഞത് അസാധാരണമായ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിക്ക് അതിന്റെ ഗ്രീവൻസ്, അതിന്റെ ഗ്രാവിറ്റി പരിശോധിച്ച് അത്തരമൊരു മൊഴി പറയുന്നതിൽ അവർക്കാർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് തന്നെയാണ് എന്നോട് പലരും പറഞ്ഞിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ബാക്കി കേൾക്കുന്ന രണ്ട് ഊഹാപോഹങ്ങൾ മാത്രമാണ്. അത്തരത്തിൽ എക്സസ് ആയ ഒരു പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായതെങ്കിൽ തീർച്ചയായും ഉപരിക്കോടതികളെ സമീപിക്കണം. അതിനവസരമില്ലേ?
ഇത്തരം ഒരു പരാമർശം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു താഴെ കോടതി ജഡ്ജിക്ക്, സുപ്രീം കോടതി മാത്രം ഞാൻ പറഞ്ഞില്ല, അതിന് സ്വീകരിക്കാവുന്ന അനവധി മാർഗങ്ങളില്ല ജുഡീഷ്യറി, അത് സ്വീകരിക്കണം. അത് സ്വീകരിക്കുന്നതിന് പകരം ഇത്തരത്തിൽ CPM-ന്റെയും മറ്റു ആളുകളും ഇരുന്ന് അത് ശരിയായില്ല, ഇദ്ദേഹം മഹാനാണ്, മറ്റേയാൾ അങ്ങനെയല്ല എന്ന തരത്തിലൊക്കെ പറയുന്നത്, അവിടെയാണ് ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയിൽ ഉണ്ടാകുന്ന ചോദ്യം ചെയ്യലായി ഞാൻ അതാണ് ഒരു പ്രേക്ഷകൻ ടെലിഫോണിൽ പറയൂ. ശ്രീ വക്കച്ചൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? വേഗം. ഈ വാസനെ പോലുള്ളവർ അധികാരത്തിലിരിക്കുന്നവരുടെ മുഷ്ക് കണ്ട് പേടിച്ച് പിന്മാറിയാൽ ഈ രംഗം 100% അഴിമതിക്കാരുടെ പിടിയിലായി പോകും. സ്വന്തം ജീവനെ തൃണവൽഗണിച്ചും വാസനെ പോലുള്ളവർ രാജിവെച്ചൊഴിയരുത്. സാധാരണ ജനങ്ങളുടെ അവസാനത്തെ ആശ്രയമാണ് ശ്രീ വാസനെ പോലുള്ള. ഭീരുത്വം ജഡ്ജി കാണിക്കാൻ പാടില്ല എന്നാണ് താങ്കളുടെ നിലപാട്. ശ്രീ ജോൺ ഡാനിയൽ, കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമാണ് ഈ തരത്തിൽ തെരുവിൽ ജഡ്ജിയെ വിമർശിക്കുക എന്നത്. നിങ്ങളുടെ ജില്ലാ ഘടകത്തിന്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ അത് ഞങ്ങളുടെ നയമല്ല എന്ന് പറയുന്നു. CM ലിജുവും അതിനെ വിമർശിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു ചോദ്യം പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് എന്തിനാണ് ആ വിവേകം കാണിച്ചത് എന്ന നിലയ്ക്ക് നിങ്ങളോട് ഉണ്ടായോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി ആലോചന നിങ്ങളുടെ പാർട്ടിയിൽ ഇത്തരക്കാർക്കെതിരെ ഉണ്ടോ? തീർച്ചയായും ആ സമരത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ അധ്യക്ഷൻ പറഞ്ഞ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുമുള്ളത്. ആദ്യം നടന്ന ആ തരത്തിലുള്ള സമരം എന്തുകൊണ്ടും തെറ്റായി എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കകത്തുണ്ട്. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് വന്നതിനെ സംബന്ധിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ സാധാരണക്കാരനായാലും അറിയപ്പെടുന്ന പൊതുപ്രവർത്തനായാലും നിയമം ഒന്ന് തന്നെയാണ്. ആ നിയമമാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത്. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ സമരമുണ്ടായിട്ടുള്ളത്, വിമർശനമുണ്ടായിട്ടുള്ളത്. ജഡ്ജി ഒരിക്കലും വിമർശനത്തിന് അതീതനല്ല. ജഡ്ജിക്കെതിരെ മുദ്രാവാക്യം വിളിക്കരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കാതെ നോക്കേണ്ടത് ആ ജഡ്ജി വാസനായാലും മറ്റേത് ജഡ്ജി ആയാലും അത്തരമൊരു സാഹചര്യം ഈ ജഡ്ജി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ചുരുക്കി ഞാൻ പറയാം. ഈ ജഡ്ജി ഈ വിധി പ്രഖ്യാപിക്കുമ്പോൾ, ഇതൊരു വിചാരണ കോടതിയൊന്നുമല്ല എങ്കിൽ കൂടി ഈ ജഡ്ജി ഈ വിധി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം ആ ജഡ്ജിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാചകങ്ങൾ, ആ വിധിനയത്തിൽ ആ വാചകങ്ങൾ ഉണ്ടാവില്ല. ആ വാചകങ്ങളാണ് പുറത്തേക്ക് വാർത്തകളായി വരുന്നത്. അതിന് ആ വാചകങ്ങളെ അതായത് ജഡ്ജിമാർ ഒരിക്കലും വിമർശനത്തിന് അതീതരല്ല. പ്രവീൺ, ഇക്കാര്യത്തിൽ മുദ്രാവാക്യം ജഡ്ജിമാർക്കെതിരെ വിളിക്കരുതെന്ന് ഒരു നിയമസംഹിതയിലുമില്ല. അങ്ങനെ എതിർക്കപ്പെടാതിരിക്കാൻ, അങ്ങനെ മുദ്രാവാക്യം വിളിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ജഡ്ജിമാരാണ്. കാരണം വിധി പറയുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞാൽ മതി എന്നാണ്. നിഷാദെ, ഞാനൊരു 2 കാര്യങ്ങൾ അവിടെ പറയട്ടെ. ഒന്നാമത്തെ ഒരു കാര്യം, യൂത്ത് കോൺഗ്രസ് നടത്തിയ ശവപ്പെട്ടി സമരത്തിനോട് ഞാൻ വലിയ എതിർപ്പൊന്നും കാണിക്കുന്നില്ല. കാരണം യുവാക്കളായിട്ടുള്ള ഒരു കൂട്ടം നിൽക്കുന്ന ഒരു സംഘടന പെട്ടെന്നുണ്ടായ ഒരു പ്രൊവക്കേഷനെയോ അല്ലെങ്കിൽ അവർ ദൈവത്തിനെ പോലെ കാണുന്ന ഒരു വ്യക്തിയുടെ, കാരണം ഉമ്മൻചാണ്ടി പല യൂത്ത് കോൺഗ്രസ്സുകാർക്കും ദൈവത്തിനെ പോലെയാണ് കാണുന്ന ഒരു വ്യക്തിയുടെയോ പേരിൽ ഒരു പരാമർശം വരുമ്പോൾ പെട്ടെന്ന് ഒരു പ്രൊവക്കേഷനിൽ ഒരു സമരം നടത്തുന്നത് തെറ്റാണെന്നുള്ള, അല്ലെങ്കിൽ അതിനെ ഞാൻ നിശിതമായി വിമർശിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് ആ സമരത്തിനെ അല്ല, മറിച്ച് ഈ പറഞ്ഞ ജഡ്ജിക്ക് മാനസികമായി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ സീനിയർ നേതാവായ ശ്രീ K. സുധാകരന്റെ കമന്റിനെയാണ്. ഒപ്പം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി ജുഡീഷ്യറി നിൽക്കുന്നു എന്ന് പറഞ്ഞ KC ജോസഫിന്റെ കമന്റിനെയാണ്. അതൊരു ഗുരുതരമായ ആരോപണമാണ്. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ പരമായി ഒരു ജഡ്ജി നിൽക്കുന്നുവെന്ന് മന്ത്രിസഭയിലെ ഒരു അംഗം പറയുമ്പോൾ ഏത് തരത്തിലുള്ള തെളിവിന്റെ പുറത്ത് അദ്ദേഹം അത് പറഞ്ഞു? കാരണം ജുഡീഷ്യറിയുടെ മൊത്തത്തിലുള്ള നിഷ്പക്ഷതയെയും ജുഡീഷ്യറിയുടെ മൊത്തത്തിലുള്ള വിശ്വാസത്തിനും എതിരായിട്ട് ഉയർന്നുന്ന ഒരു വാളാണ് ആ ആർഗ്യുമെന്റ്. അത്തരത്തിൽ ലെജിസ്ലേച്ചറിന്റെ ഭാഗമായി നിൽക്കുന്ന, മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ തന്നെ പറയുമ്പോൾ എന്ത് തെളിവിന്റെ പുറത്തെന്ന് പറഞ്ഞു? ആ 2 സ്റ്റേറ്റ്മെന്റുകളുമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു ആവേശത്തിന്റെ പുറത്ത് ഒരു പെട്ടി കൊണ്ടുപോയി ചാണി അടിച്ചതിനല്ല, അവർ ഇതിനപ്പുറവും കാണിച്ചേക്കും. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയല്ല, മറിച്ച് ഈ 2 സീനിയർ നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. 1. 2, ഈ ഉബൈദിന്റെ 2 വിധികൾ എടുത്താൽ, ഇതിനു മുമ്പ് വന്നിട്ടുള്ള K. ബാബുവിന്റെ എടുത്താലും ഇതിലെടുത്തു കഴിഞ്ഞാലും പറയുന്നത് ഇതൊരു റെവലേഷൻസിന്റെ ഇറയാണെന്നാണ്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന എന്നാണെന്നറിയാവോ? ഒരു റെവലേഷൻസിന്റെ, വെളിപ്പെടുത്തലിന്റെ ഇറയാണ് എന്നുള്ളത് ഉബൈദിനെ എവിടെയൊക്കെയോ വേവലാതിപ്പെടുത്തുന്നുണ്ടോ, എവിടെയൊക്കെയോ അദ്ദേഹത്തിന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ എന്തിന് വീണ്ടും അദ്ദേഹം ആവർത്തിച്ച് പറയണം ഇതൊരു റെവലേഷൻസിന്റെ ഇറയാണെന്നുള്ളത്? അത് അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? ഇനി മൂന്നാമത്തത്, ഈ ഒരു അവസരം നമ്മൾ എടുക്കേണ്ടത്, ഈ മൊത്തത്തിൽ കോടതി ഒരു ഫ്യൂഡൽ സംവിധാനമുണ്ട്. താഴെ നിൽക്കുന്ന മജിസ്ട്രേറ്റ് ജില്ലാ ജഡ്ജിയുടെ മുന്നിലും, ജില്ലാ ജഡ്ജി ഹൈക്കോടതി ജഡ്ജിയുടെ മുന്നിലും, ഹൈക്കോടതി ജഡ്ജി സുപ്രീം കോടതി ജഡ്ജിയുടെ മുന്നിലും ഒക്കെ ഓച്ചാനിച്ച് നിന്നോണമെന്നുള്ള ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതി ഈ പറയുന്ന നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിൽക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഇന്ന് താഴെ ഇരിക്കുന്ന ജഡ്ജി മേളിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹവും ഇതേ രീതിയിൽ തന്നെ ഒരുപക്ഷെ പ്രതികരിച്ചേക്കാം. ഈ ഫ്യൂഡൽ സിസ്റ്റം മാറുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അവസരമായി അത്തരത്തിലുള്ള ഒരു ആംഗിളിൽ കൂടെ ഈ ചർച്ച കൊണ്ടുപോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു ഉബൈദിന്റെ മാനസികാവസ്ഥ മാത്രമല്ല, പല ഉന്നത കോടതികളിൽ ഇക്കാര്യത്തിൽ 2 കാര്യങ്ങൾ.
ഉബൈദ് പുറപ്പെടുവിച്ചിട്ടുള്ള വിധിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഇത് വെളിപ്പെടുത്തലുകളുടെ കാലമാണ് എന്ന വേണ്ടാത്ത ഒരു പരാമർശം, ഒരു പെണ്ണിന്റെ വാക്കുകേട്ട് ഈ തരത്തിൽ കേസ് വേണോ എന്ന വിമർശിക്കപ്പെട്ട മറ്റൊരു വാക്ക്, അത് മാറ്റി നിർത്താൻ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെയും കീഴ്ക്കോടതി ജഡ്ജിമാർ മേൽക്കോടതികളുടെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങി അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് വലിയ മാനസിക കുഴപ്പത്തിലാവുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് വലിയ ഫ്യൂഡൽ സംവിധാനം ഈ കോടതിക്കകത്ത് നിലനിൽക്കുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണം കൂടിയാണോ ഇത്തരം നാടകങ്ങൾ? അത് തീർച്ചയായും നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ സവിശേഷത അതാണ്. ഫ്യൂഡൽ സംവിധാനം എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചു, അത് ശരിയുമാണ്. ഇവിടെ ജസ്റ്റിസ് ഉബൈദും താഴെ നിന്ന് വന്ന ആളാണ്. അദ്ദേഹവും ജില്ലാ ജഡ്ജിയായിരുന്നു. അവിടെ വാസനൊപ്പം ഒരേ പദവിയിലിരുന്ന ആളാണ്. അവിടെ നിന്ന് അദ്ദേഹം ഹൈക്കോടതിയിലെത്തിയപ്പോൾ എന്തുകൊണ്ട് താൻ വന്ന വഴി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തനിക്ക് താഴെയുള്ളവരെ അവഹേളിച്ച് കളയാം എന്നൊരു രീതി, അത് ശരിയല്ല. അത് താഴേക്ക് മുകളിലേക്ക് പോകുന്തോറും സുപ്രീം കോടതിക്ക് എന്തും പറയാം, ഹൈക്കോടതിക്ക് എന്തും പറയാം. താഴെ വരുമ്പോൾ മജിസ്ട്രേറ്റിന് ആരെക്കുറിച്ചൊന്നും പറയാനില്ല, നാട്ടുകാരെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ പോലീസിനെ കുറിച്ച് പറയാം. അങ്ങനെയല്ലല്ലോ ഇത് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ പരസ്പര ബഹുമാനം, അന്തസ്സ്, ഒരു ജുഡീഷ്യൽ സംവിധാനം, നമ്മുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനത്തിന് വേണ്ടുന്ന പരസ്പര ബഹുമാനം, അത് ജഡ്ജിമാർ തന്നെ കാണിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജനങ്ങൾ കാണിക്കുക? സമയപരിമിതി വരും ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇനി ഓൺലൈൻ വോട്ടെടുപ്പ് ഫലമാണ്. വിജിലൻസ് ജഡ്ജി എസ് വാസനെ രാഷ്ട്രീയക്കാർ വേട്ടയാടിയോ എന്നതായിരുന്നു ഇന്നത്തെ ഓൺലൈൻ വോട്ടെടുപ്പിനുള്ള ചോദ്യം. വോട്ടെടുപ്പിൽ പങ്കെടുത്ത 79.41% ആളുകൾ ജഡ്ജിയെ ഭരണപക്ഷ രാഷ്ട്രീയക്കാർ വേട്ടയാടി എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ 20.59% ആളുകൾ ആ തരത്തിലൊരു വേട്ടയാടൽ ഉണ്ടായിട്ടില്ല എന്ന നിലപാടാണ് വോട്ടെടുപ്പിൽ സ്വീകരിച്ചത്. വോട്ടെടുപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഒപ്പം സി സെബാസ്റ്റ്യൻ പോൾ, ജോൺ ഡാനിയൽ, പ്രവീൺ പരമേശ്വരൻ, ഒപ്പം എം ലിജു ഈ ചർച്ചയിൽ നേരിട്ട് പങ്കെടുത്തതിന് നന്ദി. ബിഗ് സ്റ്റോറി അവസാനിക്കുന്നു. നമസ്കാരം.